മെഹ്റാസ് വയ്ക്കുന്നു ആൾട്ട് സീസൺ പ്രതീക്ഷിക്കാവോ? നമ്മൾ എക്സ്പെക്ട് ചെയ്യുക തന്നെ വേണം. അതായത് നമ്മൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്നു, ആ ഒരു പോസിറ്റിവിറ്റി തന്നെ പോകും. റംഷാദ് CK ഹായ്. പക്ഷെ പുതിയ ന്യൂ കോയിൻസ് ആൾട്ടിലേക്ക് ആഡ് ചെയ്യാൻ വരട്ടെ. ഓക്കെ, അത് ഇപ്പം ചെയ്യണ്ട. ഓൾറെഡി ഇല്ലത് നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുന്നു, അത്രയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം BTC ബിലോ 93K, പക്ഷെ റിജക്ഷൻസ് ഷാലോ ഓവർ ആവുന്നുണ്ട്. നമ്മൾ കണ്ടിരുന്നു 93 കഴിഞ്ഞ മുമ്പൊക്കെ റിജക്ഷൻ ചെയ്ത സമയത്ത് 72. ദേവാനന്ദ് ഗോപി BTC നിയർ 70 പോകുമെന്ന് പറയുന്നു. നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അതായത് BTCൻ്റെ റിജക്ഷൻ ഷാലോ ഓവർ ആവുന്നുണ്ട്. 93 ആദ്യ റിജക്ഷൻ വന്നപ്പോൾ 82 വന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കുറച്ച് ഷാലോ റിജക്ഷൻ വരുന്നുണ്ട്. ഷാലോ റിജക്ഷൻ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ശക്തി കുറയുന്നുണ്ട് എന്നർത്ഥം. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ഈ മന്ത് എന്തായാലും 93-ൻ്റെ ഇന്നലെ കുറേ ഷോർട്ട് ലിക്വിഡ്, പക്ഷെ അതൊന്നും പോരാ ഫർഹാൻ. ഷോർട്ട് അത്രയൊന്നും പോരാ. അതൊന്നും ഒരു ലിക്വിഡേഷൻ അല്ല, ലോങ് ലിക്വിഡേറ്റ് ചെയ്ത് കണക്ക് നോക്കുമ്പോൾ. ഇന്നലെ ഒരു BTC ഒരു കുറച്ച് കയറി എന്നുള്ളതൊന്നും അത്ര ഷോർട്ട് ലിക്വിഡേഷൻ അതൊന്നും ഒരു ഇതല്ല. അപ്പോൾ അത് ചോദിക്കുന്ന ആൾട്ട് സീസൺ എന്താ ഇത്ര ലാഗ്, അത് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം പ്രീവിയസ് ഇതൊക്കെ നോക്കുന്ന സമയത്ത് ഇപ്രാവശ്യം പക്ഷെ അതായിരിക്കാം ചില വെയിൽസിൻ്റെ പ്ലാൻ ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണമായിരിക്കാം നമ്മുടെ പല കോയിൻസും, അതായിരിക്കാം അങ്ങനെ. അപ്പോൾ BTCനെ സംബന്ധിച്ച് അപ്പോൾ ഈ 93K എന്ന് പറയുന്ന അവിടുന്ന് ഇപ്പം ഈ മന്ത് ഇപ്പോൾ ഉദാഹരണത്തിന് 4 ഇയർ സൈക്കിളിൻ്റെ ബുൾ മാർക്കറ്റ് സൈക്കിള് സാധാരണഗതിയിൽ ഈ ഒരു സൈക്കിള് പോസിറ്റീവായിട്ട് തന്നെയാണ്. ഇനി വരുന്ന ഇയറാണ് റെഡിൽ അവസാനിക്കുക. ബിയർ മാർക്കറ്റ് സൈക്കിൾ 2026. 2025 പ്രീവിയസ് ഹിസ്റ്ററി പ്രകാരം ഒരു ഗ്രീനിൽ അവസാനിക്കണമെങ്കിൽ 93,500 മുകളിൽ ക്ലോസ് ചെയ്യണം ഈ മന്ത്. ഈ മന്ത് 93,500 ക്ലോസ് ചെയ്തേ പറ്റും. BTC വളരെ ക്ലോസ് ആണ്. റെസിസ്റ്റൻസ് വീക്കർ ആവുന്നുണ്ട്. 93,500 പതിയെ പോകാനുണ്ട്. ഇന്ന് ഫോംസി മീറ്റിംഗ് ഉണ്ട്. ഡിസിഷനുകൾ ചിലപ്പം 93,500 മുകളിലേക്ക് മൂവ് ചെയ്യിപ്പിക്കാം. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് കാണുന്ന ഒരു പാറ്റേൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോംസി മീറ്റിംഗ് വരുന്നതിൻ്റെ മുമ്പ് മാർക്കറ്റ് ഒന്ന് അപ്പായിട്ട് പോസിറ്റീവ് ആണെങ്കിൽ പോലും, റേറ്റ് കട്ട്സ് സംഭവിച്ചാൽ പോലും ഫോംസി മീറ്റിംഗ് വന്നതിന് ശേഷം ഡൗണിലേക്ക് പോകുന്ന ഒരു ടെൻഡൻസി കഴിഞ്ഞ 2 മാസവും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെയും മാർക്കറ്റ് അപ്പായി, ഇന്ന് ഫോംസി മീറ്റിംഗ് വരികയാണ്. അപ്പോൾ ഇന്നൊരു വോളറ്റൈൽ എക്സ്പെക്റ്റ് ചെയ്യണം. കാരണം കഴിഞ്ഞ 2 മാസവും റേറ്റ് കട്ട്സ് സംഭവിച്ചു. അന്ന് ഡിപ്പാണ് ഉണ്ടായത്, പോസിറ്റീവ് ന്യൂസ് വന്നു. പക്ഷേ അതിന് ഒരു ദിവസം മുമ്പ് അപ്പ് സൈഡ് ഉണ്ടായിരുന്നു. ഇന്നലെയും അപ്പ് ഉണ്ടായി, ഇന്ന് റേറ്റ് കട്ട്സ് വരികയാണ്. ചിലപ്പോൾ 85% റേറ്റ് കട്ട്സ് സാധ്യതയുണ്ട്. പക്ഷേ വോളറ്റിലിറ്റി, നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വോളറ്റിലിറ്റി ഉണ്ടാവും. പക്ഷെ 2 മാസം അങ്ങനെയാണ്ട് ഈ മാസം വെയിൽസിന് നേരെ അപ്പിലേക്ക് എടുക്കുമെന്നും അറിയില്ല. എങ്കിൽ പോലും ഇപ്പോൾ കുറേ ഭാഗം അങ്ങനെ ആവുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2 മാസവും റേറ്റ് കട്ട്സ് ഉണ്ടായ സമയത്ത് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് അപ്പ് പോകേണ്ട സാഹചര്യത്തിൽ പോലും ഡൗണിലേക്ക് പോയി. പക്ഷെ തലേന്ന് അപ്പ് ഉണ്ടായി, ഇന്നലെ അപ്പ് ഉണ്ടായി. ഇന്ന് റേറ്റ് കട്ട് സംഭവിക്കാൻ പോവുകയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇത്. ലാസ്റ്റ് റേറ്റ് കട്ട്സ് ആവാൻ സാധ്യതയുണ്ട്. മീൻസ് കമ്പാരിറ്റീവ്ലി ഒരു 3 റേറ്റ് കട്ടൊക്കെ വന്ന സ്ഥിതിക്ക് അൽത്താഫ് മേലായിട്ട് റേറ്റ് കട്ട്സ് വന്നാൽ മൂവ്മെൻറ്റ് ഉണ്ടാവുമ്പോൾ ശരിക്കും ഉണ്ടാവേണ്ടതാണ്. പക്ഷെ വോളറ്റൈൽ ഉണ്ടാക്കിയിരിക്കാം. കഴിഞ്ഞ 2 മാസം അങ്ങനെ ഉണ്ടായത്. പക്ഷേ ഈ മാസം ഡിഫറെൻ്റ് ആവുമെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ബി റെഡി, അത്രേ പറയാനുള്ളൂ. അപ്പോൾ BTCനെ സംബന്ധിച്ചിടത്തോളം ഈ മന്ത് 93,500 ക്ലോസ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഞാൻ പറയുന്ന പോലെ 50 വീക്ക് EMAയിലേക്ക് റെസിസ്റ്റൻസ് ആക്കാൻ പോകേണ്ടതുണ്ട്. ആ കാലയളവിലൊരു ഇപ്പോഴും BTC ഡോമിനൻസ് റിജക്ഷൻ ഏരിയ തന്നെയാണ്. അവിടെ നിന്ന് ഒരു റിജക്ഷൻ, പ്രത്യേകിച്ച് എത്തീരിയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എത്തീരിയൊക്കെ അതിൻ്റെ ഒരു മെയിൻ സപ്പോർട്ടിൽ നിന്ന് കയറിയിട്ടുണ്ട്. ഇപ്പോൾ 3,300 സംതിങ് ആയിട്ടില്ലേ. അപ്പോൾ എത്തീരിയൊക്കെ അതിൻ്റെ ഒരു മെയിൻ സപ്പോർട്ടിൽ നിന്ന് കയറുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൊക്കെ അതൊക്കെ ആൾട്ടിന് ഫീൽ ചെയ്യപ്പെടണം. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കാനുള്ള കാര്യം, ഏത് റാലി വന്നാലും ആൾട്ടിന് ഒരു മൂവ്മെൻറ്റ് വന്നാലും നമുക്ക് ഗുണകരമായ ഒരു ഏരിയയിലെത്തിയ സെൽ ഓഫ് ചെയ്ത് തുടങ്ങണം. ഒരിക്കലും റീബൈ ചെയ്യരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിട്ടേൺസ് വളരെ കുറവായിരിക്കും, റിസ്ക് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനിയൊരു ആൾട്ട് മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ റീബൈയിങ് അല്ല, നമ്മളുള്ള കോയിൻസ് പ്രോഫിറ്റബിൾ ആകുന്ന രീതിയിലോ
ഒരു നോ ലോ സ്ട്രാറ്റജിയിലും പ്രോഫിറ്റബിൾ ആവുന്ന രീതിയിൽ അതന്നെയല്ല നമ്മൾ എയിം വേണ്ടത്. ഇത് സെൽ ഓഫ് ചെയ്യാണ്ട് ഇനി അങ്ങോട്ട് റീബൈ ചെയ്യേണ്ട വളരെ ചുരുങ്ങിയ സമയം ബുൾ മാർക്കറ്റിന് ഉണ്ടാവും. നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കോയിനൊക്കെ പലപ്പോഴും വളരെ ലോയിൽ കിട്ടാം. അപ്പോൾ ഇനി അങ്ങോട്ട് റീബൈ അല്ല, ഇനി മാർക്കറ്റ് അഥവാ ആൾട്ട് കോയിനൊക്കെ പ്രത്യേകിച്ച് ഇത്തീരൊക്കെ ഒന്ന് മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ ഇത്തീരം വാങ്ങാൻ ചെയ്യണ്ട. ശരിയാണ്, മൂവ്മെൻറ്റ് ഉണ്ടാവും, ചിലപ്പോൾ നല്ലോണം കയറും. പക്ഷേ ഇനി ഇപ്പം വാങ്ങുന്നതിൽ വളരെ ചുരുങ്ങിയ ടൈമേ നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ആരും ഇനി ഒരു പുതിയ റീബൈ വേണ്ട, അത് നമുക്ക് അടുത്ത കൊല്ലം ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് അത് വളരെ സൂക്ഷിക്കുക. ഉദാഹരണത്തിന് മാർക്കറ്റ് കയറുമ്പോൾ കറണ്ട് സിനോറിയോയിൽ പിന്നെയും ഓക്കെയാണ്, പക്ഷെ മാർക്കറ്റ് കയറുന്നൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ഞാൻ പറയുന്നത് ദയവ് ചെയ്ത് റീബൈയിങ് ബൾക്കായിട്ട്, പ്രത്യേകിച്ച് ചെറിയ കോയിൻസിലൊന്നും ഇടരുത്. പിന്നെ ബിറ്റ് കോയിൻ എത്തിയിട്ട് പിന്നെയും അത്രയും റീബൈ ചെയ്യാതിരിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ, പക്ഷേ ആൾട്ടിലേക്ക് അധികം ഓവറായിട്ട് അതിന് എക്സ്പോഷർ കാണിക്കരുത്. മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെൽ ഓഫ് ചെയ്യുകയാണ് വേണ്ടത്, അത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം. ആസ്റ്റർ നോക്കണം ആ ഒരു ഐഡിയയിൽ കാർഡായാലും മറ്റേ ഈ BTC ഡോമിനൻസ് അനുസരിച്ച് പൊന്തേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ ഈ കാർഡാനൊക്കെ. അപ്പോൾ അതാണ് BTC ഇന്ന് ഫോംസി മീറ്റിംഗ്സ് ഉണ്ട്, റേറ്റ് കട്ട്സ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ബുള്ളിഷ് തന്നെയാണ്. ഈ 1 ഡിസംബർ 1 തൊട്ട് QT എൻഡിങ് ഉണ്ടായിരുന്നു, ലിക്വിഡേഷൻ മാർക്കറ്റിൽ വരുന്നുണ്ട്, റേറ്റ് കട്ട്സ് വരുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ബുള്ളിഷ് സെറ്റപ്പ് ഉള്ള സാധനങ്ങളാണ്. പക്ഷേ മാർക്കറ്റിൽ അത് കൂടുതലായിട്ട് പ്രതിഫലിക്കുന്നില്ല. ഗോൾഡും സിൽവറും എല്ലാം ഓൾ ടൈം ആയി അടിച്ചു, ബിറ്റ് കോയിനും അടിച്ചിരുന്നു. എന്നാലും ആൾട്ടിലേക്ക് മൂവ്മെൻറ്റ് വരണം. ഒരു ബുൾ മാർക്കറ്റിൽ ശരിക്കും പറഞ്ഞാൽ ആൾട്ട് മൂവ്മെൻറ്റ് വന്നാലും കൂടുതൽ പേര് ട്രാപ്പ് ആവുക, കൂടുതൽ ഹയർ റേറ്റ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആൾട്ടിൻ്റെ സീസൺ വരുമ്പോൾ എല്ലാവരും സെൽ ഓഫ് ചെയ്യുകയല്ല ചെയ്യുക. ആൾട്ടിൻ്റെ സീസൺ ചെയ്യുമ്പോൾ പുറത്തുനിന്നുള്ള ആൾക്കാർ വന്ന് ബൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. നമ്മളെപ്പോലത്തെ ന്യൂ കമേഴ്സ്, ക്രിപ്റ്റോനെ കുറിച്ച് അറിയാത്തവർ, സജീവമല്ലാത്തവർ, നിങ്ങൾ അവരൊക്കെ നോക്കി നോക്കിയാൽ അവരൊക്കെ ബൈ ചെയ്യാൻ തുടങ്ങുക ഒരു ആൾട്ട് സീസൺ തുടങ്ങുമ്പോഴാണ്. ഡോജ് ഒരു ഫുൾ ഓൾ ടൈം ഹൈ അടിക്കുമ്പോഴായിരിക്കും, ഒരു പുതിയ കോയിൻസൊക്കെ ഓൾ ടൈം ഹൈ അടിക്കുമ്പോഴായിരിക്കും നിങ്ങളെ കുറച്ച് ഫ്രണ്ട്സൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുക, എടാ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് എന്താ, എടാ ഈ കോയിൻ വാങ്ങുന്നതിനെ പറ്റിയിട്ട് എന്താണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രാപ്പാക്കാൻ വെയിൽസിന് പറ്റിയ ഒരു ആൾട്ട് സീസൺ ഉണ്ടാകുമ്പോഴാണ്, ഒരു ഫോമോ സമയം ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ അതൊരു നമുക്കൊന്ന് ഇപ്പോഴത്തേരാ കടി. ഇപ്പം നേരെ ബിയർ മാർക്കറ്റിൽ പോയാൽ പോലും അത്രയും ലിക്വിഡേഷൻസിനെക്കാട്ടി ഹയറാണ് പെട്ടെന്നൊന്ന് മാർക്കറ്റ് കയറി ഫോമോ അടിച്ചിട്ട് ബിയറിലേക്ക് പോക്ക്. അപ്പം അങ്ങനെ ഒരു സാധ്യത ആവുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നൊരു കാര്യം, എപ്പോഴും മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ എനിക്കുണ്ടാകുന്ന പേഴ്സണൽ ഞാൻ ഹോപ്പ് BTC 82 83 ഉണ്ടാകുമ്പോൾ ഒരു ഹോപ്പ് എന്ന് പറയുന്നത് ഈ ഷോർട്ട് ലിക്വിഡേഷനും ഫെയിൽസ് ചെയ്യും. അവിടുന്ന് 82 നേരെ 70 പോയാലും ലോങ് ലിക്വിഡേഷൻസ് എന്ന് പറയുന്നത് ഏകദേശം പരിപ്പളകി. ഷോർട്ട് ലിക്വിഡേഷൻസ് ആണ് ഇനി പരിപ്പളകാനുള്ളത്, അതിനുള്ള ശ്രമങ്ങളുണ്ടാവും. പക്ഷേ ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ അടുത്ത ആഴ്ച മുതൽ സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനാണ്. പക്ഷെ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് കാണിക്കുന്നത് കാണുന്നില്ലേ, ഒറ്റയടിക്ക് ഒരു 8K കൂടും, 8K കുറയും, 8K കൂടും, 8K കുറയും. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസ് ഹൈലി ലിക്വിഡേഷൻ സെറ്റപ്പിലേക്കാണ് മാർക്കറ്റ് കൂടുതൽ പോകുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് എന്നുള്ളത് ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫ്യൂച്ചർ സിഗ്നൽസിലും അത്രത്തോളം ഒരു എഫേർട്ട് കൊടുക്കാണ്ടിരുന്നത്. പക്ഷേ എത്ര നാൾ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ ഒന്നും കൂടി ഒന്ന് സജീവമാക്കാനുള്ള പ്ലാനാണ്. പക്ഷെ നിങ്ങൾ ചെയ്യാനുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും എക്സ്പോഷർ വളരെയധികം കുറക്കുക. പുതിയ കോയിൻസിലേക്ക് കറൻലി വേണ്ട, ഇനിയുള്ള കോയിൻസ് സെൽ ഓഫ് ചെയ്യാനുള്ള പ്ലാനാണ്. ഏത് ലിവറേജ് ട്രേഡിങ്ങും വളരെ സ്മോൾ ലിവറേജ് പിടിക്കുക. നമുക്ക് നോക്കാം, നമുക്ക് അവസരങ്ങൾ വരും. 4 ഇയർ സൈക്കിൾ ഓവർ എന്ന് ചോദിക്കുന്നതിൻ്റെ ഏത് തരത്തിലുള്ള ഓവറാണ്? അതായത് 4 ഇയർ സൈക്കിൾ ഇനി സംഭവിക്കുന്നില്ല എന്നാണോ, അല്ലെങ്കിൽ ഈ ഒരു സൈക്കിൾ തീർന്നു? 4 ഇയർ സൈക്കിളിലെ ഈ ബുൾ മാർക്കറ്റ് സൈക്കിൾ 2025 അവസാനത്തോടെ തീരാൻ പോവുകയാണെന്നുള്ളതാണ് ശരിക്കുള്ള 4 ഇയർ സൈക്കിളിൽ ഇതിൻ്റെ രീതി. പക്ഷെ എപ്പോഴും ബുൾ മാർക്കറ്റ് സൈക്കിൾ ഗ്രീനിലാണ് അവസാനിക്കുക. ഗ്രീനിൽ അവസാനിക്കണമെങ്കിൽ 93,500 മുകളിൽ ഈ മന്ത് ക്ലോസ് ചെയ്താൽ തന്നെ ബുൾ മാർക്കറ്റ് സൈക്കിൾ ഗ്രീനിൽ അവസാനിക്കും. അടുത്ത കൊല്ലത്തെ സൈക്കിൾ റെഡിൽ അവസാനിക്കുക. അപ്പോൾ ലിജോ പറയുന്നു 4 ഇയർ സൈക്കിൾ എക്സ്റ്റെൻഡ് ആണെന്ന് പറയുന്നു. ഞാനും ആ ഒരു കാറ്റഗറീസിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. നമ്മൾ ഒക്ടോബർ
നവംബറിലൊക്കെ ഓൾ ടൈം ഹൈ അടിക്കുമെന്ന് കഴിഞ്ഞ ജാനുവരി തൊട്ടേ നമ്മൾ സംസാരിക്കുന്നതായിരുന്നു. പക്ഷേ നമ്മൾ ഒക്ടോബർ സമയത്ത് എത്തുമ്പോൾ എന്താ വിചാരിച്ചാൽ ഇല്ല, ഈ സൈക്കിൾ കുറച്ച് എക്സ്റ്റെൻഡ് ആണ് എന്ന് പറഞ്ഞു. പക്ഷേ സിറ്റുവേഷൻസ് ജസ്റ്റ് ഒന്ന് നമ്മളെ ഒക്ടോബറിൽ തന്നെ മാർക്കറ്റ് വളരെയധികം ഡൗണിലോട്ട് പോവുകയും ഒരു ബിയർ ടെൻഡൻസി കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ നമ്മൾ എക്സ്റ്റെൻഡ് ആയിട്ടാണ് ഹോപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടായാൽ മതിയായിരുന്നു, മാർക്കറ്റ് എക്സ്റ്റെൻഡ് ആയാൽ മതിയായിരുന്നു എന്നുള്ള ഹോപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പക്ഷേ സിറ്റുവേഷൻസ് നോക്കുമ്പോൾ കറക്റ്റ് ഒക്ടോബർ 10 പിന്നെ 20 വീക്ക് EMA 15 വീക്ക് EMA ഒക്കെ പോയതുകൊണ്ട് ഒരു പേടി അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, അടുത്ത ഇയർ ബിയർ സൈക്കിളിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമ്മൾ പലപ്പോഴും എക്സ്പോഷർ കുറച്ച് കൊണ്ടുവരികയാണ്. മാർക്കറ്റ് കയറി നിൽക്കി തീരെയൊക്കെ വാങ്ങിയ ഒരാളാണെങ്കിൽ ഓരോ അപ്പ് സൈഡിനും അനുസരിച്ച് അവർ പ്രോഫിറ്റബിൾ ആണെങ്കിൽ ബുക്ക് ചെയ്ത് പോവുകയാണ് വേണ്ടത്. പപ്പു MDR ഇനിയും ആൾട്ട് സീസൺ പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ, അത് കൺഫേം. കാരണം BTC ഈ പറയുന്ന ഡോമിനൻസ് റിജക്ഷൻ ഏരിയയിലാണ് ഉള്ളത്. അവിടെ നിന്ന് ഇപ്പോഴും റെസിസ്റ്റൻസ് ആണ്. അവിടെ നിന്ന് ഒരു റിജക്ഷൻ വന്ന് ഒരു ശതമാനം കുറഞ്ഞാൽ തന്നെ ആൾട്ടിന് മൂവ്മെൻറ്റ് ഉണ്ടാവും. അതിപ്പോഴും റിജക്റ്റഡ് ഏരിയ ആണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഏതെങ്കിലും ഒരു പോയിന്റിൽ അവർ ബ്രേക്ക് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഡൗൺ ആവും എന്നുള്ള ഹോപ്പ് തന്നെയുള്ളത്. അതുകൊണ്ടാണ് BTC ഡോമിനൻസിൻ്റെ ചാർട്ട് ഇപ്പോഴും റിജക്ഷൻ ഏരിയയിലുള്ളത്. അതിപ്പോഴും റിജക്റ്റഡ് ആണ്. അത് 58 റിജക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പോയിന്റിൽ അത് ഡൗണിലേക്ക് വന്ന് ഒരു 5% ഡൗൺ ആയാൽ തന്നെ ആൾട്ടിന് അത്യാവശ്യം ഗ്രോത്ത് ഉണ്ടാവും. ഡൗണിലാണ് കറന്റ് ഉള്ളത്. അബ്ദുറഹ്മാൻ, അതാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്. ആ മൂവ്മെൻറ്റിൽ ഇപ്പോൾ സോൾ ഒഴികെ ബാക്കി ഒരു പോയിന്റ്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഈ നോക്കെ ഒരു എന്ത് ചെയ്യണമെന്നില്ല പറഞ്ഞാൽ, ഡാൽ ജോയിൻ്റെ ഞാൻ 5 ഇയർ ആയിട്ട് മാർക്കറ്റിൽ പ്രീമിയം മേടിക്കാൻ ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് ബാക്കി ക്യാഷ് കൊണ്ട് ഓരോ വട്ടം ട്രേഡ് എടുത്ത്. സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ലൈഫ് ടൈം മെമ്പർഷിപ്പ് എടുക്കാനുള്ള പ്രീമിയം ഫീസിനേക്കാൾ അതൊന്നും നോക്കണ്ട. ഡാൽ ജോയ് അതൊരു 99% ആൾക്ക് ഉള്ള ഒരു സംഭവം തന്നെയാണ്. അത് ഒരു പാറ്റേൺ ആണ്. കാരണം നമ്മൾ സെൽഫ് ട്രേഡ് എടുക്കുമ്പോൾ മിസ് ഔട്ട് ആവും. അതാണ് ഫ്യൂച്ചർ സിഗ്നൽസ് ട്രേഡ്സിൻ്റെ ഒരു മെയിൻ പ്രശ്നം. നമ്മൾ ഒരു വര വരക്കണം. നമ്മളൊരു വര വരച്ചിട്ടില്ലെങ്കിൽ, ഇപ്പോൾ ഈവൻ പേഴ്സണലി നമ്മുടെ ഗ്രൂപ്പിലാണെങ്കിൽ പോലും നമ്മളെപ്പോഴെങ്കിലും ഇപ്പോൾ നമ്മളെന്താ കഴിഞ്ഞ 2 മാസങ്ങളായിട്ട് അധികം സിഗ്നൽസ് ഇടാതെ നമ്മൾ വര വരക്കാൻ വിട്ടുപോകും. നമ്മൾ സിഗ്നൽ ഇട്ട് 2-3 തവണ നമുക്ക് പ്രോഫിറ്റബിൾ ആകുമ്പോൾ നമ്മൾ വര ഒഴിവാക്കും. നമ്മൾ ആ ഒരു ഇതിലേക്ക് കയറിപ്പോകും. പിന്നെ എന്തായാലും നമുക്ക് ലോസ് വരുന്ന സെറ്റപ്പിലെത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 2 മാസങ്ങളിലായിട്ട് കുറച്ചത്. അതൊരു ഫ്യൂച്ചർ സിഗ്നലിൻ്റെ ആർക്കും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഹാക്ക് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നമാണത്. എത്ര തവണ നമ്മൾ നോക്കിയാലും അതുകൊണ്ട് മാസത്തിൽ 1 എന്നുള്ളത് അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അതായത് മാസം 2 or 3 അതല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു സ്ട്രിക്റ്റ് സാധനം 2 എണ്ണം ചെയ്ത് തീർന്നു ഇനിയില്ല. അതെപ്പോഴാന്നൊക്കെ ഞാനെപ്പോഴും ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് നമുക്ക് ഈയിടെയായിട്ട് നൽകുന്ന ഒരു അവസരം 82K സഡൻ 102K അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു ദിവസമില്ലേ, അന്നാണ് നമ്മൾ കളിക്കേണ്ടത്. അന്ന് കളിക്കുക, മീൻസ് അന്നൊരു ട്രേഡ് എടുക്കുക, അനങ്ങാതെ. അല്ലെങ്കിൽ മാർക്കറ്റ് പെട്ടെന്ന് ഹെവി ആയിട്ട് കയറുക, അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ, ഒരു ഹെവി സെറ്റപ്പ് ചേഞ്ചസ് ഉണ്ടാകുന്ന ഒരു ടൈം, അന്ന് മാത്രം നമ്മളൊന്ന് ഫോക്കസ് ചെയ്യുക. അന്നത്തെ ദിവസം വിടാതിരിക്കുക. അതിന് വേണ്ടി USDT കീപ്പ് ചെയ്യുക. അന്ന് ഏതെങ്കിലും ഒരു പോയിന്റ് സെലക്ട് ചെയ്യുക, ഒറ്റ നിൽക്കുക. അടുത്ത ഒരു റെഡ് ഡേ വരുന്ന അല്ലെങ്കിൽ ഹെവി ഗ്രീൻ ഡേ വരുന്ന ഒരു ദിവസം വെയിറ്റ് ചെയ്യുക. പൊതുവെ അടുത്തൊരു റെഡ് ഡേ വരിക, ഒരു ബേസിക് ഏരിയയിലേക്ക് റിജക്ഷൻ ഉണ്ടാവുക, അന്ന് വെയിറ്റ് ചെയ്യുക. അന്നത്തെ ഡേ മാത്രം ട്രേഡ് എടുക്കുക എന്നുള്ള ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്യുക. ഈ ഡയൽ ജോയി ആ രീതിയിലേക്ക് പോവുക. അതായത് അങ്ങനെ സെറ്റപ്പ് ചെയ്തിരിക്കണം. കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അങ്ങനെ ചെയ്യൂ എന്ന് എവിടെയെങ്കിലും എഴുതി ഒട്ടിക്കുകയോ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിനക്ക് സെൽഫായിട്ട് എന്തെങ്കിലും ഒരു പണിഷ്മെൻറ്റ് കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. ആ ഒരു ഡേ ക്രിപ്റ്റോ തന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നോക്കുമ്പോൾ അങ്ങനെയുള്ള ഡേ ഇടയ്ക്കിടെ കിട്ടുന്നുണ്ട് നമുക്ക്. അപ്പോൾ ആ ഡേയിൽ മാത്രം ട്രേഡ് എടുക്കുക എന്നുള്ള ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്താൽ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഇത്തരം സെൽഫ് ട്രേഡേഴ്സിന് ഒരു ഗ്രൂപ്പിലും ജോയിൻ ചെയ്യണമെന്നൊന്നുമില്ല. സെൽഫ് ട്രേഡേഴ്സിന് ഇത് ഭയങ്കര ഗുണമായിരിക്കും. ഇനി അടുത്ത ബിയർ മാർക്കറ്റിലുണ്ടെങ്കിൽ കാണാമെന്നാണ് ഫഹദ്. അത് റിലേറ്റബിൾ ആണെന്ന് പറയും. 1 lakh ഇൻവെസ്റ്റ് ചെയ്താൽ റിസ്ക് ഉണ്ടോ? ശരത്ത് സത്യം പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ
സീസൺ ഈ പറയുന്ന BTC ഡോമിനൻസ് റിജക്ഷൻ ഉണ്ടാകും. ഇപ്പോൾ ഉള്ള റേറ്റിനെക്കാട്ടും എന്തായാലും ഒരു 5K റേഞ്ചിലേക്ക് എത്തേണ്ട ഒരു കോയിൻ തന്നെയാണ് എത്തിയത്. പക്ഷേ ഈ ശരത് സത്യനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പേഴ്സണലി പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് നാളും കൂടി ഇനിയുള്ള ഏരിയ റിട്ടേൺസിനേക്കാൾ നല്ലത് കുറച്ച് നാളും കൂടി വെയിറ്റ് ചെയ്ത്, ഓൾറെഡി ഒരു ഇൻവെസ്റ്റ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് കൺഫർമേഷൻ കിട്ടിയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ശരത്ത് ചെയ്യുന്നത് നല്ലത് എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നീ എന്താ പ്ലാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 2000 അടുത്ത ബുൾ സൈക്കിൾ എയിം ചെയ്യുക, ഇവിടുന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിനക്കിപ്പോൾ 1 ലക്ഷം മാത്രമാണ് ഉള്ളതെങ്കിൽ 1 ലക്ഷം അല്ല ഒറ്റയടിക്ക് ഇൻവെസ്റ്റ് ചെയ്യാണ്ട് 10K വെച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ഓരോ പോയിൻറ്റും രേഖപ്പെടുത്തുക. മാർക്കറ്റ് നമുക്ക് ഓൾ ടൈം ഹൈ BTC ഡോമിനൻസ് റിജക്ഷൻ വന്ന് ഓൾ ടൈം വന്ന് അവിടുന്ന് വിൽക്കുക, അവിടുന്ന് ബൈ ചെയ്യരുത്. അതായത് നമുക്കൊരു ഓൾ ടൈം ഹൈ തന്നില്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഇപ്പോൾ 5Kയിലേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ അവിടുന്ന് വിൽക്കുക. അല്ല ഈ പറയുന്ന മാർക്കറ്റ് റിജക്ഷൻ വരികയാണെങ്കിൽ ഓരോ പോയിന്റിലും ബൈ ചെയ്ത് ആവറേജ് ചെയ്യുക. എന്നിട്ടൊരു ലോങ് ടേം പ്ലാൻ സെറ്റ് ചെയ്യുക. സരസത്യ ചെയ്യേണ്ട ഈ 1 lakh ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിസ്ക് പ്ലാനാണ് ഞാൻ പറയുന്നത്. ഇവിടുന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏത് കോയിനായാലും, ടോപ്പ് കോയിന് പരക്കനുള്ള സുമാർ കോയിൻസിൽ ഏത് കോയിനായാലും ഇവിടുന്ന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എപ്പോഴും ചെയ്യാനുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എമൗണ്ടിൻ്റെ മിനിമം ഒരു 20% അല്ലെങ്കിൽ 25% മാത്രം കറണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഇനിയൊരു അപ്സൈഡ് ഉണ്ടെങ്കിൽ സെൽ ഓഫ് ചെയ്യുമെന്നും കൂടി ചിന്തിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം. അല്ലാണ്ട് ഇപ്പം സരസത്യ ഇവിടുന്ന് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ഇനിയൊരു അപ്സൈഡ് ഉണ്ടാകുന്ന സമയത്ത് റീബൈ ചെയ്യുന്ന ഓരോ ഓപ്ഷൻസും ഉണ്ടാവരുത്. കാരണം റിട്ടേൺസ് കാലയളവ് വളരെ ചുരുങ്ങിയ കാലയളവേ ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ സെൽ ഓഫ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ശരത്തിൻ്റെ പ്രോഫിറ്റ് ഇത്ര, ഈ സൈക്കിൾ ബൂം പരിപാടി നിർത്തി. ഇനിയല്ല ഡൗൺ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഓരോ പോയിന്റിലും ഇത്ര എമൗണ്ട് ഓഫ് റിജക്ഷൻ വരികയാണെങ്കിൽ മാത്രം ഓരോ ഏരിയയിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള പ്ലാൻ ചെയ്തിട്ട് ലോങ് ടേം എയിം ചെയ്യുക. അങ്ങനെയാണ് ഇനി ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ചെയ്യാനുള്ളത്. അതായത് ഇവിടുന്ന് ബൈ ചെയ്തിട്ട് പിന്നെ സെല്ലിംഗ് പ്ലാൻ ഇല്ലെങ്കിൽ, മാർക്കറ്റ് കയറിയില്ലെങ്കിൽ സെല്ലിംഗ് പ്ലാൻ 100% ഉറപ്പിക്കണം. ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടുന്ന് നല്ലൊരു പോയിന്റ് ഒന്ന് ബൈ ചെയ്ത് കഴിഞ്ഞ് മാർക്കറ്റ് അപ്പാവുമ്പോൾ അവിടുന്ന് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു 1 ലക്ഷത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾ ഇവിടുന്ന് ഒരു 20,000 ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഒന്ന് കയറുമ്പോൾ ഇത്തിരി 3200 പെട്ടെന്ന് ഒരു 3800 അയാളെ ഫുൾ എമൗണ്ട് കൊണ്ടുപോയിട്ട് 3800 പെട്ടെന്ന് മാർക്കറ്റ് റിജക്ഷൻ വരും. ചിലപ്പം ഞാൻ പറഞ്ഞ പോലെ 100K അല്ലെങ്കിൽ 15 വീക്ക് EMI റെസിസ്റ്റൻസ് ആക്കുന്നതായിരിക്കും. അപ്പോൾ അവിടുന്ന് റിജക്ഷൻ വരുമ്പോൾ അവരെ ഫുൾ എമൗണ്ട് ലോക്കാവും. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോരാളും ഇവിടുന്ന് ബൈ ചെയ്തിനെങ്കിൽ ഒരു പോയിന്റ് ഓഫ് റിട്ടേൺസ് ഉണ്ടെങ്കിൽ വിറ്റോണം മതി. ആ പോയിന്റ് ഓഫ് റിട്ടേൺസ് നിന്ന് വിൽക്കുക. എന്നിട്ട് ഈ സൈക്കിളിൽ എനിക്ക് ഇതാണ് റിട്ടേൺസ് ബൂം. അതായിരിക്കണം നമ്മുടെ പ്ലാൻ ഉണ്ടാവേണ്ടത്. ബ്രോ ലിങ്ക് 150 എക്സ്പെക്ട് ചെയ്യാമോ എന്ന് വെച്ചത് ഡോളറാണോ ക്യാഷിൻ്റെ ഒരു എമൗണ്ട്? സ്ട്രിക്റ്റ് ആവാൻ നോക്കുമ്പോൾ ലൈഫിൽ നടക്കുന്ന ഇൻസിഡൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഡാനിൽ ജോയ് പറയുന്നത്. അത് ഒരു വലിയ പോയിന്റ് തന്നെയാണ്, എല്ലാവർക്കും ഉള്ള ഒരു പോയിന്റാണ്. കാരണം നമ്മൾ ഈ പറയുന്ന കാറ്റഗറൈസ് ചെയ്ത് ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു ദിവസം ആ ദിവസം മാത്രം ട്രേഡ് ചെയ്യാമെന്ന് പറയുകയും അതിനുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും നമ്മുടെ മെയിൻ സോഴ്സ് ഓഫ് പരിപാടി ഇതാവരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ജീവിതത്തിലുള്ള ട്രേഡിങ് ആണ്. ചില ആൾക്കാർ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ സാൻഡാ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, ജോബിൽ ഇങ്ങനെ ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ലൈഫിൽ ഇങ്ങനെ ഇഷ്യൂ ഉണ്ട്, ഞാൻ എല്ലാം ഒഴിവാക്കുകയാണ്, ഞാൻ ഇനി ട്രേഡിങ്ങിലൂടെ ഫോക്കസ് ചെയ്ത് കരിയർ ബിൽഡ് ചെയ്യാമെന്നുള്ള പ്ലാനാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇമോഷൻസ് ഹൈലി വോളറ്റൈലായിരിക്കും. അതായത് ഓൾറെഡി നമ്മൾ സൈഡിൽ നമ്മൾ മാരകമായിട്ട് ഡാർക്ക് അടിച്ചിട്ടാണ് ഉള്ളത്. അതായത് പേഴ്സണൽ ലൈഫിൽ ഡാർക്ക്, മറ്റ് ജോലി ഡാർക്ക്, ഈ ഡാർക്കൊക്കെ അടിച്ച് ഞാനൊരു പുതിയ സെറ്റപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ഫുൾ പ്രഷർ 100% പ്രഷർ വരുന്നത് ഈ ഒരു ട്രേഡിലാണ്. അപ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല, നമുക്ക് സമാധാനത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഇമോഷൻസ് തെറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരാൾ ജോബ് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ സൈഡായിട്ട് മെയിൻ ഇൻകം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒരിക്കലും അവർ നേരെ ഓപ്ഷൻസ് ട്രേഡിലേക്കല്ല, അവർ കൂടുതൽ ഡാർക്കിലേക്ക് പോകും. എപ്പോഴാണ് നിങ്ങൾ ട്രേഡിലേക്ക് പോകേണ്ടതെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നല്ല സെക്യൂർ ജോബ് കിട്ടി,
ഹെൽത്തി മൈൻഡാണ്, ജിമ്മിലൊക്കെ പോകുന്നുണ്ട്, ഭയങ്കര ഓൺ മൂഡാണ്, കറക്റ്റ് പ്രോപ്പറായിട്ട് ലൈഫ് പോകുന്നുണ്ട്, ജോബൊക്കെ പ്രോപ്പറാണ് എന്നുള്ള സെറ്റപ്പിൽ നിന്നാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ സൈഡായിട്ട് ട്രേഡിലേക്ക് പോകേണ്ടത്. അല്ലാണ്ട് ഡാർക്ക് അടിച്ച് ജീവിതം ബാഡായി കഴിഞ്ഞാൽ നേരെ ട്രേഡിലേക്ക് പോകാണ്ട് സംസാരിക്കുക. എനിക്ക് മെസ്സേജ് അയച്ചോ, എന്നോട് സംസാരിച്ചോ, നമ്മൾ പരസ്പരം സംസാരിച്ച് കറൻറ്റ് സിറ്റുവേഷൻ എങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. കറൻറ്റ് ജോബ് സിറ്റുവേഷൻ എങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റും, എൻ്റെ അവസ്ഥ ഇപ്പോൾ എങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ച് അതിനൊരു പരിഹാരം കണ്ടതിന് ശേഷം മാത്രമേ അത് ചെയ്യാവൂ. എനിവേ QTNs കൈൻഡ്ലി റിപ്ലൈ മണി പ്രിൻറ്റിങ്. ശരിയാണ്, അഭിജിത്ത് പപ്പു പറയുന്നുണ്ട്. പക്ഷെ ബുൾ മാർക്കറ്റ് ആഫ്റ്റർ ദ QE സ്റ്റാർട്ട് ഈ പറയുന്ന പോലെ QT എൻഡിങ് ഒക്കെ ശരിയാണ്. പക്ഷെ ഇത് എല്ലാത്തിനും ഒരു എൻഡ് ഉണ്ട്. ഫൈനൽ ഒരു ഫോം ഉണ്ടെങ്കിൽ പോലും ഒരു സൈക്കിളിന് ഒരു എൻഡ് സംഭവിക്കേണ്ട സിറ്റുവേഷൻ തന്നെയാണ്. ഈ QT എൻഡിങ് എല്ലാം ഈ പറയുന്ന ഫൈനൽ അണയാൻ പോകുന്ന ആളിക്കത്തുന്ന ആ ഒരു തീക്ക് വേണ്ടി ആവാം. പക്ഷെ എല്ലാത്തിനും ഒരു എൻഡ് ഉണ്ട്. ഡാൽ ഓക്കേടാ, എപ്പോഴും നമ്മളെ ഒരു മെയിനായിട്ട് സപ്പോർട്ട് എപ്പോഴും നമ്മൾ ലൈവുകളായാലും പേഴ്സണൽ മെസ്സേജിലൊക്കെ ഉണ്ടാകുന്ന ഒരാളാണ് ഡാൽ. തീരെ കേൾക്കുന്നില്ല സൗണ്ട്. ഞാൻ ഇത്തിരി നേരം സംസാരിക്കുന്നൊന്നും കേൾക്കുന്നില്ല. അതെ, ഈ പറയുന്ന ഷിനോജ് ക്രോണിക്സ് പറയുന്ന പോലെ തന്നെ ഈ 2026 എന്ന് പറയുന്നത് എന്തായാലും ബിയർ മാർക്കറ്റ് സെറ്റപ്പ് തന്നെയാണ്. അതിലൊരു ഏത് പ്രശ്നമാണെങ്കിൽ പോലും നമ്മൾ ബിയർ മാർക്കറ്റായിട്ട് തന്നെ, അതായത് ഈവൻ 2026 എൻഡിലെങ്കിലും നമ്മൾ ചിലപ്പോൾ 26 ഫസ്റ്റിലൊക്കെ ഫോമോ പീരീഡിൽ അപ്സൈഡ് കാണാം. അപ്പോൾ അല്ല ഇത് ബിയർ മാർക്കറ്റ് മന്ത് അല്ല, ഇയർ അല്ല എന്നുള്ള തോന്നലുകൾ ഉണ്ടാവും. പക്ഷെ എന്തു വന്നാലും നമ്മളിത് ഈ പറയുന്ന പോലെ ബിയർ മാർക്കറ്റ് എൻഡാണെന്നുള്ളത് ലിങ്ക് $150 ഒന്നും അയ്യോ അതിൽ സുധാകരൻ നമ്മൾ എക്സ്പെക്ട് സംഭവിച്ച അത്രയും നല്ലത്. അത്രയും കോയിൻസ് നമുക്ക് ഹെവി പ്രോഫിറ്റ് കിട്ടും. പക്ഷെ ഇപ്പം സ്വപ്നം തന്നെ കാണാൻ പാടില്ലാത്ത എമൗണ്ടാണ് അതൊക്കെ. ഉൽഹൻ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. എപ്പോഴും എക്സ്പെക്റ്റഡ് ആണ്, നോ ഇഷ്യൂസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് അത്യാവശ്യം സംസാരിച്ചു. കുറച്ച് ദിവസങ്ങളായിട്ട് നൈറ്റ് ഡ്യൂട്ടി പരിപാടികളായിട്ട് ബിസി ആയി പോയിട്ടാണ്. നമുക്ക് കാണാം. ഓക്കെ, ബൈ.